മലപ്പുറം ജില്ലയിലെ മങ്കട പള്ളിപ്പുറം സ്കൂളിലെ കുട്ടികളുടെ ആവേശവും സന്തോഷവും നിങ്ങൾ കണ്ടല്ലോ. അവർ തള്ളിക്കൊണ്ടുപോകുന്ന വാഹനം ഉണ്ടാക്കിയത് അവിടുത്തെ 3 കുട്ടികളെ യു പി സ്കൂളിലെ. ഈ 3 കുട്ടികളും അയൽവാസികളാണ്. ചെറുപ്പം മുതലേ സൗഹൃദമുള്ള കുട്ടികളാണ്. ഇവരൊരു പക്ഷേ ഭാവിയിലെ വലിയ പ്രതിഭകളായിരിക്കും. ഇപ്പോഴെ തന്നെ പ്രതിഭകളാട്ടോ. അവരുടെ കഴിവിനെ നമ്മൾ അനുമോദിക്കണം. ഒരു ജനറൽ പബ്ലിക് സ്കൂളാണിത്. ഇവർ ഒഴിവു സമയങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഒരാളുടെയും സഹായമോ സപ്പോർട്ടോ ഇല്ലാതെ. ടീച്ചേഴ്സ് പിന്നെ ഉച്ചക്കഞ്ഞി വിതരണം വക്കറ്റിലാക്കി വിവിധ ക്ലാസ് കൊണ്ടുപോകുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവരെ സഹായിച്ചതാട്ടെ ഇവർ. ടീച്ചർമാർ അങ്ങനെ ഓല് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രയാസപ്പെട്ട് ഓരോ ബക്കറ്റിൽ അങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇതിന്റെ എല്ലാ ഐഡിയാസും ആരാ പറഞ്ഞു തന്നത്? അത് ഞങ്ങളിങ്ങനെ ആദ്യം യൂട്യൂബിലൊക്കെ കണ്ടു. എത്ര ദിവസം എടുത്തു ഇതുണ്ടാക്കാന്? ഇതുണ്ടാക്കാന് ഒരു 2-3 മാസം കഴിക്കും. 2 മാസം കഴിക്കും. 2 മാസം, അതായത് ഒഴിവുള്ള സമയത്ത്. ഒരു ദിവസം തന്നെ കൊറേ സമയം കൊടുക്കൂല, എപ്പോഴേലൊക്കെ കുറച്ച്. സാധാരണ ഒഴിവുള്ള സമയം കുട്ടികള് മൊബൈലിൽ ഇതൊക്കെ അല്ല സാറേ, നിങ്ങൾ അങ്ങനെയാണോ? ഞങ്ങൾക്ക് മൊബൈൽ എടുക്കാറില്ല. മൊബൈൽ എടുക്കില്ല. നല്ലൊരു കയ്യടി. അപ്പൊ നിങ്ങളെ ഇഷ്ടം എന്താണ്? ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുക, അങ്ങനെ ഒരു നിനക്കും അതന്നെയാണ്. എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്, ഓരോ രൂപങ്ങളും അതിന്റെ ആളുകൾക്ക് അതാണ് അറിയേണ്ടത്. എങ്ങനെ തുടങ്ങിയത്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ മെറ്റീരിയൽ എവിടെയൊക്കെ കൊണ്ടുപോയി, എന്തൊക്കെ ചെയ്തു, ഈ രൂപം ആക്കിയത് എങ്ങനെ ഒന്ന് പറഞ്ഞു. ഞങ്ങള് വീഡിയോയില് പകുതി കണ്ടിട്ടുള്ളൂ, ഈ ഹാൻഡലിന്റെ ഒന്നും കണ്ടിട്ടില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ തന്നെ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഹാൻഡലൊക്കെ കൊടുന്നു. പിന്നെ ബാക്കി പിന്നെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ വാങ്ങി. ഇതെങ്ങനെ കറക്റ്റ് ആയി? ബ്രേക്കൊക്കെ കറക്റ്റ് വരുന്നുണ്ടല്ലോ. എങ്ങനെ അതിന്റെ ടെക്നോളജി എന്താ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് ഞങ്ങൾ അങ്ങനത്തെ എന്താ പറയാ കട്ട് ചെയ്തൊക്കെ റെഡി ആക്കിയപ്പോത്തിന് അങ്ങനെ റെഡിയായി സെറ്റായി. പിന്നെ കമ്പിയൊക്കെ പിന്നെ ആപ്പാനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ആപ്പ് കൊടുന്നു. വെൽഡിങ് ഞങ്ങൾ തന്നെ ചെയ്തു. കറക്റ്റ് ആവാൻ ആദ്യം ഞങ്ങൾക്ക് നല്ല സംശയമായിരുന്നു, ഇത് ഇങ്ങനെ വെച്ചാൽ റെഡി ആവുമെന്നൊക്കെ. എന്നിട്ട് പിന്നെ എല്ലാരും കൂടി തീരുമാനിച്ചു കണ്ട് ചെയ്താണ്. എഞ്ചിനീയർ ആണല്ലേ. നിങ്ങൾ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും നിങ്ങളെ? ഇനി മറ്റേ വണ്ടി ഉണ്ടാക്കിയില്ലേ, വേറൊരു വണ്ടി വീട്ടിലുള്ള അതേപോലത്തെ ഒന്നും പാടി ഒന്ന് സെറ്റപ്പ് ആക്കിയാണ്ട് അതിന് ഇലക്ട്രിക്കോ മോട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കണ്ട് റെഡി ആക്കാനൊക്കെ.